സ്തോത്രം. സഹോദരങ്ങളെ, ത്രിയേകത്വത്തെക്കുറിച്ച് ഇത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് നമുക്കറിയാൻ ഒക്കെയില്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ തന്നെ എങ്ങനെയാണ് നമുക്ക് പറയാനൊക്കെ. എടാ ഈ വെളുത്ത ചോറുണ്ടായി എങ്ങനെയാടാ ചുവന്ന ചോരയാകുന്നത്? അതെങ്ങനെ? എന്തോ പ്രോസസ്സിങ്? വാട്ട് പ്രോസസ്സിങ്? You can say processing, but what's the actual process that takes place there? We do not know. അല്ല പിന്നെ അറിയാം, എന്നാ വേറെ പറയാം. തലയ്ക്കകത്ത് കോടിക്കണക്കിന് സെല്ലുകളുണ്ടെന്നാ തലച്ചോറിനകത്ത്. ഓരോ സെല്ലും 1.5 watt ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയാ വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ ഉടനെ അത് ന്യൂട്രൽ ആകുന്നു. ഇതിങ്ങനെ സീരിയലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്ഭുതമാണ്. ഈ ഇരിക്കുന്ന ഓരോ തലയ്ക്കകത്തും കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന കറണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കന്നത്തൊരടിയൊക്കെ കിട്ടിയ പൊന്നീച്ച മറക്കും. എന്താണെന്നറിയാമോ? ഈ ഫ്യൂസ് ഇങ്ങോട്ട് വലിച്ചു വരുമ്പോൾ ദീപര് പറക്കുന്ന പോലെയാണ്, കൊല്ലിയാൻ പിന്നുന്ന പോലെയാണ്. ഇതെന്നതാ ഇതെങ്ങനെ സംഭവിക്കുന്നു? നമുക്കെന്താ ഒരു ഷോക്ക് ഉണ്ടാകാത്തെ? അറിയാൻ മേല. ഇങ്ങനെയാണെന്നറിയാം, എങ്ങനെയാണെന്നറിയത്തില്ല. അതുകൊണ്ട് അയ്യോബിനോട് എൻ്റെ പൊന്നു കർത്താവ് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? വായിച്ചിട്ടില്ലേ? ഒരു അത്ഭുതമല്ലേ? അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? അതിനേക്കാളും അത്ഭുതമാണ് ഗർഭസ്ഥ ശിശു എന്ന് പറയുന്ന ഒരു വലിയ മിറക്കിളാ. ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ രക്തവും അമ്മയുടെ രക്തവും കൂടെ കലരുന്നില്ല. കലർന്നു പോയ രണ്ടും ചത്തു. ഇതെങ്ങനെ നടക്കുന്നത്? അത്ഭുതമാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതം. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ചിലപ്പോൾ O പോസിറ്റീവും അമ്മയുടേത് O നെഗറ്റീവും ആയിരിക്കാം രക്തം. കലർന്നു പോയെങ്കിൽ അപകടമാണ്. ഇവിടെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, മറിയയിൽ പൊന്നു കർത്താവ് ഉരുവായപ്പോഴും മറിയയുടെ രക്തവുമായി എൻ്റെ പൊന്നു കർത്താവിൻ്റെ രക്തത്തിന് ഒരു ബന്ധവും ഇല്ല. ആദാമ്യ പ്രകൃതം അവനിലില്ല. പാപപങ്കിലമായ ചോരയല്ല അവന്റെ ചോര, പരിശുദ്ധ രക്തം. സ്തോത്രം. ഇതൊക്കെ അത്ഭുതങ്ങളാ. അപ്പൊ എന്താണെന്ന് നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നമുക്കറിയാൻ മേല, നമ്മുടെ കഴിവുകേട് കൊണ്ടാണ്. അതാണ് റോമർ 1:19 നമ്മൾ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് ദൈവം അവർക്ക് വെളിവാക്കി എന്ന് പറഞ്ഞാൽ അറിയാകുന്നത്. ടു ദി എക്സ്റ്റെന്റ് മാൻ ഈസ് ഏബിൾ ടു കോംപ്രിഹെൻഡ്. യെസ്, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന പരിധി എത്രയുണ്ടോ അത്രയും ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രശ്നം നമ്മുടേതാണ്, ദൈവത്തിന്റെ വെളിപ്പാടിൻ്റെത് അല്ല. സ്തോത്രം. അട്ടെ, ഇനി ഞാനെന്നാ തുടർന്ന് പൊക്കോട്ടെ. നിങ്ങളൊന്നും വേറൊന്നും പറയുന്നില്ലെങ്കിൽ. വേറെ ചോദ്യമൊന്നും തന്നിട്ടില്ല. ഇല്ല. നമ്മൾ അന്യഭാഷാ പഠനം, ആത്മസ്നാനം എവിടെയാണ് നിൽക്കുന്നത്? അന്യഭാഷ നിന്നുപോയോ? അന്യഭാഷ ഇതെന്താണ്? ഇതെങ്ങനെ പ്രാപിക്കാം? ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതൊക്കെ ചിന്തനീയമാണ്. ഇതിനൊന്നും അധികം സമയം എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാര്യം വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് ഈ വിഷയസംബന്ധമായി ചിന്തിക്കാനായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ജിജ്ഞാസയ്ക്ക് ഒരു ചെറിയൊരു തുപ്പിൽ വരത്തക്കതുപോലെ അല്പാൽപ്പം കാര്യങ്ങൾ പറഞ്ഞു പോകാം. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ ചോദിച്ചോളണം. അപ്പോൾ ആത്മസ്നാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഒരു അടയാളമായി അന്യഭാഷാ ഭാഷണം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ രാവിലെ നിങ്ങളെ ഓർപ്പിച്ചു. ആത്മസ്നാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന തെളിവ് പഴയതിന് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് പുതിയതിന് ജീവിക്കുന്ന ജീവിതമാണ്. സ്തോത്രം. അതില്ലെങ്കിൽ ചിലർ പറയുന്ന അന്യഭാഷയെക്കുറിച്ച് എന്നെപ്പോലെയുള്ള ഒരാളുകൾ സംശയിച്ചാൽ, അല്ലേലും അവൻ്റെ പേര് തോമസ് എന്നാണ്,
എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളയരുത്. മനസ്സിലായല്ലോ? രൂപാന്തരപ്പെട്ട ജീവിതമില്ല, ഇപ്പോഴും പഴയ പാപപ്രകൃതത്തിൽ, അതിന് ചത്തിട്ടില്ല. മറുഭാഷയിട്ട് പറയുന്നുമുണ്ട്. ഇവിടെയാണ് അതിനെ ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ഒത്തിരി കള്ളനാണയങ്ങളുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ നല്ല വാദ്യോപകരണങ്ങളുണ്ട്. ഇപ്പം ഈ മോനൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് വായിക്കുന്നുണ്ട്. അതിൻ്റെ ആ രാഗം അങ്ങോട്ട് കൂട്ടി എക്കോ മിക്സറൊക്കെ അങ്ങോട്ട് ചേർത്ത് അതിൻ്റെ ആ പിച്ചും ടെമ്പോയും ഒക്കെ ഒന്ന് റെഡിയാക്കി വൈബ്രേഷൻസോടുകൂടി ഇതങ്ങോട്ട് പാടി ആ ബാസ് ഇഫക്റ്റൊക്കെ അങ്ങോട്ട് കൂട്ടി കൊട്ടി 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 അങ്ങോട്ട് പാടിയാൽ നമ്മളങ്ങ് ആവേശം കൊള്ളും. ആർക്കാ ആവേശം കൊള്ളാത്തെ? ആർക്കും ആവേശം കൊള്ളും. ഇങ്ങനെ പറച്ചിലുണ്ട്, എടാ ഉരുട്ടിക്കൊട്ടിയാൽ കുതിരയും തുള്ളുവെന്ന്. കുതിരയും തുള്ളു. ഹോഴ്സ് ഡാൻസ് ഉണ്ട്, ഹോഴ്സ് ഡാൻസ്. ആ കൊട്ടുന്ന താളത്തിന് ഇവൻ ഡാൻസ് ചെയ്യും. കുതിര ഹോഴ്സ് ഡാൻസ്. അങ്ങനെ ഉരുട്ടിക്കൊട്ടി തുള്ളിക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഞാൻ പെന്തക്കോസ്തുകാരനാകട്ടോ, തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ അതിനൊരു പുതിയ പേരും ഒക്കെ ഇട്ടിട്ടുണ്ട്, ആരാധന അല്ലേ? പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇതൊക്കെ രണ്ടും എന്താണെന്നൊക്കെ ഉള്ളത് ചൊവ്വയൊന്ന് പഠിക്കണം. എന്താണ് പ്രൈസ്, എന്താണ് വർഷിപ്പ്? കഴിഞ്ഞ ദിവസം അതിൻ്റെ പത്രത്തിലൊക്കെ കണ്ടു, ആരാധനയുടെ ഇതിഹാസമായ കനോലി എന്നൊക്കെ പറയും. എനിക്ക് മനസ്സിലാകുന്നില്ല. ചൂടാകാൻ തോന്നുന്നുണ്ടോ? ചൂടായിച്ചേ പോകാവൂ. ആ വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് പോയാൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. പിന്നെ എന്ന് പിറ്റേ ദിവസം കേട്ടാലും പല്ലുരുമാൻ തോന്നും. അതുകൊണ്ട് ആ വിഷം മനസ്സിൽ കൊണ്ടുപോകല്ലേ. ആ വിഷം ഇപ്പം തോന്നിയെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്തേക്കണം? അത് മാറ്റി വെച്ച് പോകണം. സഹോദരങ്ങളെ, ആരാധന എന്ന് പറയുന്നത് മുഴു ജീവിതവും ദൈവമഹത്വത്തിന് യാഗമായി ഏൽപ്പിക്കപ്പെട്ടതാണ്. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണ ദൈവത്തിനും തിരിച്ചിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരം. അപ്പോൾ ആരാധന പുതിയ നിയമത്തിൽ ആർപ്പും ആരവത്തിലും ഒതുങ്ങുന്നില്ല. ആരാധന മുഴു ജീവിതവും ദൈവമഹത്വത്തിന് യാഗമായി ഏൽപ്പിക്കപ്പെട്ട ജീവിതമാണ്. പിന്നെ ഞായറാഴ്ച എന്തോ നടക്കുന്ന? ഞായറാഴ്ച വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, വിശുദ്ധന്മാരുടെ വിശുദ്ധ സഭായോഗം. അതിൽ ആർത്ത ഉല്ലസിച്ച് പാടി ഒരുമിച്ച് സന്തോഷിക്കാം. വരുവിൻ, നാം ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ആത്മിക വർധന വരുത്തിയും നമ്മുടെ ഹൃദയങ്ങളിൽ പാടിയും ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. സ്തോത്രം. അത് അപ്പം ഞായറാഴ്ച നടക്കുന്നത് സഭായോഗമാണ്, ആരാധനായോഗമല്ല. ആരാധനായോഗം എന്നൊരു യോഗം അങ്ങനെ വരുമ്പോൾ തന്നെ അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. ദേഷ്യമാകുന്നുണ്ടല്ലോ ഇല്ലേ? സഹോദരങ്ങളെ, ആരാധന ഒരു യോഗത്തിൽ ഒതുങ്ങുന്നതല്ല. ആ യോഗവും ആരാധനയുടെ ഭാഗമാണ്. യോഗം ആശീർവാദം പറഞ്ഞ് ഇറങ്ങി പോകുന്ന വഴിക്കും നിന്റെ ആരാധന തുടരുകയാണ്. നീ ഒരു ഓട്ടോറിക്ഷയെ വിളിച്ച് ആ പോകുന്ന വഴിക്ക് ഓട്ടോക്കാരനോട് പെരുമാറുന്ന പെരുമാറ്റം പോലും
ആരാധന ഭാഗമാണ്. വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. ഈ സിനിമാ നടന്മാർക്കും സിനിമാ നടിമാർക്കും ഒക്കെ ആരാധകരുണ്ട്, അവരുടെ ഫാൻസ് ക്ലബ്ബുകളുമുണ്ട്. ഈ ഫാൻസ് ക്ലബ്ബുകൾ അവരെന്താ ചെയ്യുന്നത്? ഈ ആരാധകരെന്താ ചെയ്യുന്നത്? അവരിടയ്ക്ക് ഒരുമിച്ച് കൂടി, അവർക്ക് ഓഫീസുകളൊക്കെ ഉണ്ട് ചിലടത്ത് കേട്ടോ, ഒരുമിച്ച് കൂടി മമ്മൂട്ടി കീ ജെ, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, പത്മഭൂഷൺ മമ്മൂട്ടി, ഹേ കീ ജെ എന്ന് കുറേ നേരം വിളിച്ചേക്ക് പോവാന്നോ? ആണോ? പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ നടൻ ചിരിക്കണ പോലെ ചിരിക്കാൻ നോക്കും. അത് ഞാൻ തലമുടി വെട്ടുന്ന പോലെ തലമുടി വെട്ടിക്കും. അത് ഞാൻ ഇടുന്ന പോലത്തെ ഒരു ഷർട്ട് മേടിച്ച് ഇടും. അത് ഞാൻ എൻ്റെ ഷൂ. അതുകൊണ്ടാണ് ഈ കമ്പനിക്കാരൊക്കെ നമ്മളെ കളിപ്പിക്കുന്നത്. ഈ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാരെന്ത് ചെയ്യും? ഇയാൾ അതേ ഒരു കാര്യം, ഞങ്ങളുടെ ടേസ്റ്റ് ഒന്ന് പിടിച്ചോണ്ട് നിൽക്കാമോ? ഞങ്ങളുടെ പടം എടുത്ത് പത്രത്തിൽ കൊടുക്കണം. അതെന്നാ വരും? 2 ലക്ഷം 4 ലക്ഷം കൊണ്ട് പുറകെ കിടക്കുന്നു. കൊടുക്കാൻ പറഞ്ഞ് 5 ലക്ഷത്തിന് സമ്മതിച്ചു. 5 ലക്ഷം മേടിച്ച് വെച്ച് ഇവൻ ആ പേസ്റ്റും പിടിച്ചോണ്ട് ചേരം ചിരിച്ചോണ്ട് നിൽക്കും. അവൻ തേക്കുന്നത് പല സെൻസോഡൈനോ വല്ലതും വിദേശത്തുനിന്ന് കൊണ്ടുവന്ന നല്ല 1 സാധനം അവൻ തേക്കുന്നത്. ഇവൻ ഈ ചുണ്ണാമ്പ് കലക്കിയതും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. ഇവരതിൻ്റെ ഒരു പടം എടുത്ത് നിറമൊക്കെ കൂടെ കൂട്ടി അച്ചടിച്ച് പത്രത്തിൽ കൊടുക്കും. പത്രത്തിൽ കൊടുക്കുമ്പോൾ ഇവൻ്റെ ആരാധകരെല്ലാം കൂടി പകുതി ഉപയോഗിച്ചതേ ഉള്ളെങ്കിലും ആ ട്യൂബ് മാറ്റി വെച്ച് അന്നേരം പോവും. ഇവൻ പിടിച്ചോണ്ട് നിന്നത് മേടിച്ചോണ്ട് വരും. എന്നിട്ട് ഇവന് കൊടുത്ത 5 ലക്ഷം കൂടി ഈ പാവങ്ങളുടെ കയ്യിൽ ഈടാക്കണ്ടേ? അതുകൊണ്ടാ ചിലപ്പോൾ ഇങ്ങോട്ട് ഞെക്കുന്നുണ്ടേ കാണും, കുറെ നേരത്തേക്ക് വായുവ. കാരണം ഇവൻ ഈ 5 ലക്ഷം മുതലാക്കണ്ടേ? കണ്ടോ എന്തുകൊണ്ടാ ഇത് നടക്കുന്നത്? ഈ വഞ്ചന ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാ? ആരാധന എന്ന് പറഞ്ഞാൽ ആരാധ്യനോട് ആരാധകൻ താതാത്മ്യപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ആരാധകൻ ആരാധ്യനെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ വഞ്ചന ഇവിടെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടേ? അതാണ് ദൈവപ്രസാദമുള്ള യാഗമായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനും ഇന്നത്തെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ പൊന്നു കർത്താവ് ഇവിടെ ആളത്വമായി പാർത്തിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നുവോ അങ്ങനെ പെരുമാറുവാനും ഇടയാകുന്നൊരു ജീവിതമാണ് ആരാധന. എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്ത്യയിലൊരു കേരളത്തിലൊരു പ്രമുഖ പട്ടണത്തിൽ ഇതുപോലെ ആരാധനയെക്കുറിച്ച് 3 ദിവസം ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പം ശനിയാഴ്ച വൈകിട്ടത്തെ ക്ലാസ് കഴിഞ്ഞപ്പം പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, വെള്ളിയും ശനിയും ഞായറുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, മെയിൻ റോഡിൽ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോർഡിൻ്റെ അടുത്ത് അതിൽ ഞായറാഴ്ച രാവിലെ 8 മുതൽ 9:30 വരെ സൺഡേ സ്കൂൾ, പിന്നത്തെ ആരാധനയുടെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ തിരുത്തണം. ഇന്ന് രാത്രി തന്നെ അതെന്ത് ചെയ്യണമെന്നാ? വിശുദ്ധ സഭായോഗം ഒന്നാക്കണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ അവർ വിശുദ്ധ സഭായോഗം ഒന്നാക്കി. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാരെ, ഞാൻ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോടൊന്ന് പറയട്ടെ, ഇനിയും നമ്മൾ എഴുന്നേറ്റ് നിശ്ചിതരം ആരാധിക്കാം എന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് ചിലപ്പം വിഷമം തോന്നാറുണ്ട്. ഞാൻ ഈ കൺവെൻഷനൊക്കെ പോകേണ്ടി വരുന്നതുകൊണ്ട് പാട്ട് പാടുന്ന പാട്ട് സംഘങ്ങൾ അവർ കുറേ ആദ്യത്തെ 1 മണിക്കൂർ അവർ സ്റ്റേജ് വാഴുകയാണ്. സദസ്സിനെ അവരുടെ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുക. അവർ മിടുമിടുക്കന്മാരാണ്. അവരാണ് ആരാധനയുടെ ഇതിഹാസങ്ങൾ ആരാധന നടത്തുന്നത്. ഇത് കഴിഞ്ഞ് ഇവരൊന്ന് എല്ലാവരെയും ഇരുത്തും. ഇവര് സാധാരണ ഇപ്പോൾ ഒരു
തെരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെയൊക്കെ വിളിച്ചിവിടെ പ്രാർത്ഥിപ്പിച്ച 3 പേര് പ്രാർത്ഥിച്ചതാ. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഒരു പാട്ടും ഒരു ആരാധനയും കൂടെ കഴിഞ്ഞ് പിന്നെയും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചു പയ്യൻ ഒരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചിട്ടേ ഇപ്പം നിർത്താറുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറയുമ്പം പറയുന്ന ഒരു വാചകം കേട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ദൈവം നമുക്ക് നല്ല ആരാധന തന്നതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മളെപ്പോലുള്ള ഈ വിഡ്ഢി സമൂഹങ്ങളെല്ലാം കൈയുയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ വിളിക്കും. ദൈവം നമുക്ക് ആരാധന തന്നെന്ന്. അപ്പൊ ആരാധിച്ചതാര്? ആരാധന സ്വീകരിച്ചതാര്? ദൈവം നമുക്ക് ആരാധന അപ്പൊ സ്വീകരിച്ചതാരാ? എന്തോ ഞാൻ നിൽക്കുന്നിടത്ത് പറഞ്ഞ അടുത്ത പ്രസംഗിക്കാൻ ഞാനിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞേച്ചേ ബാക്കിയുള്ളൂ. നിങ്ങളെന്താ വിചാരിക്കുന്നു? എന്നെ തല്ലാൻ വന്ന ഒരു പാട്ട് സംഘം പ്രസംഗം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ വെച്ച് തന്നെ പ്രസംഗത്തിനിടയായിട്ടൊന്നും മിണ്ടില്ല. ആള് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ സാറേ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. വന്നാട്ടെന്ന് പറഞ്ഞു. സംസാരിച്ച് വന്നപ്പോൾ ഇവരെ യൂണിഫോമൊക്കെ ആയിട്ട് ഒരു 5-8 പേരുണ്ട്. എല്ലാവരും കൂടി ഞാൻ വിചാരിച്ചു എന്നെ തല്ലിക്കൊന്നുപോയത്. ജീവിക്കാനല്ലല്ലോ, സുവിശേഷം പറയാനല്ലേ ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിയാവുന്നതിൽ സന്തോഷം. രണ്ടാമതും പിന്നെ ഒന്നുകൂടെ പ്രസംഗിച്ചു. പിന്നെ പെരുകിയവർ. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ സഭാ നേതൃത്വം വെളിവ് കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ. സഭയ്ക്ക് വലിയ നാശം ഉണ്ടാവും. അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് ഒരു വക അഭിനയിക്കാനുള്ള ഒരു പരിപാടിയല്ല. പലയിടത്തും അന്യഭാഷ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഓ, അവിടെ എന്നെ ആരാധന, അവിടെ പോണമെന്ന്. എൻ്റെ കൂടെ ഉണ്ടേ എല്ലാവരും? ഇത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി മാളത്തിൽ വിളിക്കാൻ പോവല്ല. കർത്താവിൻ്റെ വരെ ഇവിടെ ശുശ്രൂഷിക്കാനുള്ള ആളാണ് ഞാൻ. നിങ്ങൾക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം. മറുപടി പറയാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അന്യഭാഷ അഭിനയിക്കരുത്. ആത്മാ ഉച്ചരിക്കാൻ തരുന്നത് പറഞ്ഞോണം. അത് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കും. തനിക്ക് താൻ സ്തോത്രം. പൊതുസഭയിലെ അന്യഭാഷാ ഭാഷണ സംബന്ധമായി പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ക്രമീകരണം മറക്കരുത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ തൻ്റെ അനുഭവത്തോട് ചേർത്ത് 2 പ്രത്യേക കാര്യം പറയുന്നുണ്ട്. 1, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആ ഭാഗത്തുനിന്നും അവിടെ വ്യക്തമാകുന്ന കാര്യം, ആത്മാവ് കൊണ്ട് പാടുന്നു എന്നുള്ളത് അന്യഭാഷയിൽ പാടുന്ന ഒരനുഭവമാണെന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാടി ആത്മാവിൽ സന്തോഷിച്ച് അങ്ങനെ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നമ്മുടെ പാട്ടൊക്കെ ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെ ഏറ്റുപറയുന്നതും ദൈവസന്നിധിയിൽ നമ്മളെ അപേക്ഷകൾ ഉണർത്തിക്കുന്നതും ദൈവസ്നേഹത്തെ വർണ്ണിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നതൊക്കെയാ. അറിയാമല്ലോ, നിൻ മഹാസ്നേഹം യേശുവേ, എൻ മനസ്സിന് അഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എൻ അറിവിന് അതീതമേ. അങ്ങനെയൊക്കെ അങ്ങോട്ട് പാടി കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ആത്മാവിന്റെ വലിയ ഒഴുക്ക് നമ്മളിൽ ഉണ്ടായിട്ട് പരിശുദ്ധാത്മാവോട് നാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ചിലപ്പോൾ ദൈവത്തോടുള്ള ആ സംഭാഷണം, ആ കൂട്ടായ്മ അന്യഭാഷയിൽ സംസാരിക്കുന്നതായി മനസ്സിലായോ? പരിണമിക്കുകയും താളാത്മകമായ സംഗീതത്തിൽ നമ്മൾ ഏർപ്പെട്ടിരുന്നത് കൊണ്ട്
അതൊരു വേള ഒരു സംഗീതമായി തന്നെ അന്യഭാഷയിൽ നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ തുടരുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആത്മാവ് കൊണ്ട് പാടുക. ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മസ്നാനാനുഭവം പ്രാപിച്ചവരും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവരുമാണെങ്കിൽ, സ്തോത്രം, ദൈവസ്നേഹത്തെ വർണ്ണിക്കുകയും ദൈവത്തെ ധ്യാനിക്കുകയും ചെയ്യുന്ന പാട്ടുകൾ ചേർന്ന് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരുവനുണ്ടായ അനുഭവം ഇവരിൽ എല്ലാവരിലും ഉണ്ടായിട്ട് എല്ലാവരും ആത്മാവ് ഉച്ചരിക്കാൻ കൊടുക്കുന്നത് പോലെ അന്യഭാഷയിൽ അതൊരു പാട്ടായി ദൈവസന്നിധികളെ ഹൃദയം പകർന്ന് ഒരുമിച്ച് താളാത്മകമായി ഇമ്പമായി പാടി ദൈവസന്നിധി സന്തോഷിക്കുന്നത് തെറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ആത്മാവ് കൊണ്ട് പാടുന്നു എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അനുഭവമായിട്ടല്ല, ചിലപ്പോൾ അത് സഭാ കൂടിവരവിന്റെ ഒരുമിച്ചുള്ള അനുഭവമാകാനും സാധ്യത ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ആ അനുഭവത്തെ നിരുത്സാഹപ്പെടുത്തണ്ട. എന്നാൽ ആത്മസ്നാനാനുഭവം പ്രാപിക്കാത്ത അവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ നിർബന്ധിച്ച് വായി വരുന്ന വ്യാക്ഷേപക ശബ്ദം നീ ഈ കൂട്ടത്തിൽ തട്ടി വിട്ടേര് എന്ന് അവനെ കൂടെ ഈ കൂട്ടത്തിൽ ആക്കി തീർക്കുന്നത് വേദപുസ്തകവുമായി ചേരുന്ന കാര്യം അല്ല. അപ്പോൾ ആത്മാവ് കൊണ്ട് പാടുക എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് പൊതുവായുള്ള സംഗീതവുമാകാം. സഹോദരങ്ങളെ, ഞാൻ 1963 ഫെബ്രുവരി 3 വീണ്ടും ജനം പ്രാപിക്കുവാൻ ദൈവം പാവപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറയുടെ ഇങ്ങേ അറ്റം കുറച്ച് ഞാൻ കണ്ടു. കേരളക്കരയിൽ വളരെ പക്വതയുള്ള പ്രായമുള്ള ദൈവദാസന്മാരെയൊക്കെ അവിടെ ശുശ്രൂഷയൊക്കെ ഞാൻ കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ സഭകളിൽ ആത്മനിറവിൽ താളാത്മകമായി ഇങ്ങനെ പാട്ടുകൾ പാടി, മുമ്പേ ഞാൻ പറഞ്ഞ പോലുള്ള പാട്ടുകളൊക്കെ ദൈവസന്നിധിയിൽ ധ്യാനിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ പലപ്പോഴും ആത്മനിറവിലായി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോട് സംസാരിക്കുന്ന ആഴമായ അനുഭവമായി ഇമ്പമായ നിലയിൽ എല്ലാവരും ഒരുമിച്ച് സ്വർഗതുല്യം ഒരുമിച്ച് പാടി ആത്മാവിൽ സന്തോഷിച്ച് അത് ദീർഘമായ ഒരു സമയം തുടരുകയും, മനസ്സിലായോ? അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ പുകഴ്ത്തി ആത്മർത്ഥന പ്രാപിക്കുകയും ചെയ്യുന്ന അനുഭവം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിന് പകരം നമ്മൾ കുറേ നേരം പാടുക, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും താളം തെറ്റിച്ച് കലവലയാക്കി ലഹള ഉണ്ടാക്കണം. ഇതായിരുന്നു നമ്മുടെ ഇത്. ആരെങ്കിലും താളം തെറ്റിക്കുന്നെങ്കിൽ അവനാണ് ആത്മാവ് വരുത്തിയവൻ. സങ്കടം തോന്നും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു രീതി, പെന്തക്കോസ്തുകാരുടെ പാട്ടാണെങ്കിൽ പാട്ടിൻ്റെ അറ്റത്ത് ഒരു അന്യഭാഷയുടെ തൊങ്ങല് വേണ്ടേ? അല്ലെ പിന്നെ പെന്തക്കോസ്തുകാരുടെ പാട്ടാന്ന് പറയൂ. അതുകൊണ്ട് പാടി 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 വരുമ്പം നമ്മൾ എന്തോ ചെയ്യും? അറ്റത്തൊരു തൊങ്ങല് എങ്ങനെയെങ്കിലും വെച്ച് ചേർക്കും. ആ കൂട്ടത്തിൽ തൊങ്ങലിന്റെ കൂടെ കൂടാൻ നമ്മളൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവിലായി ആത്മസ്നാനാനുഭവത്തിന്റെ അടയാളമായി ദൈവം നമുക്ക് പകർന്നിരിക്കുന്ന അന്യഭാഷാ അടയാളത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ദൈവത്തോട് സംസാരിച്ച് ആത്മീയവർദ്ധന പ്രാപിക്കുന്ന അനുഭവം നമ്മളിൽ എത്ര പേർക്കുണ്ട്? സ്തോത്രം. പൗലോസ്ലീഹ പറയുന്ന വാക്ക് ഞാൻ എടുത്തു പറയാൻ യോഗ്യനല്ല, എങ്കിലും ഞാനും കുറച്ചൊക്കെ അനുഭവിക്കുന്നതുകൊണ്ടങ്ങ് പറഞ്ഞു പോവുക. നിങ്ങളിൽ എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പം ചിലർ പറയും, ഓ അവൻ ആത്മാവില്ലാത്തവനാണ്. ഈ പറയുന്നവരെക്കാൾ കൂടുതൽ ആത്മാവിൽ സന്തോഷിക്കുന്ന അനുഭവം ദൈവം. സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ ഉണ്ടാക്കി പാടി കൊട്ടിത്തുള്ളി ലഹള ഉണ്ടാക്കി കുറെ കഴിയുമ്പോൾ തളരും. കഷായിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ
ദൈവത്തിൽ സന്തോഷിച്ചാൽ അതൊരു വിശ്രമമാണ്, അതൊരാനന്ദമാണ്, അത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു ചൈതന്യമാണ്, അത് ആത്മീയ വർധനവിന് ഉപാധിയാണ്. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. പൊതുസഭയിലെ അന്യഭാഷാ ഭാഷണം അതിന് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന നിയന്ത്രണത്തിന് വിധേയപ്പെട്ടായിരിക്കുന്നത് നന്നാണ്. ഇന്ന് കാണുന്ന പ്രവണതകൾ തിരുവെഴുത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കുന്നതല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടേതുമല്ല. കാര്യം ദൈവവചന വ്യവസ്ഥയിൽ പോകുന്ന ചെറിയ കൂട്ടങ്ങൾ ഉണ്ട്. ഇന്നിപ്പം എക്കോമിക്സറും ഇതൊക്കെ നമുക്കുള്ളത് കൊണ്ട് പരിപാടി വളരെ എളുപ്പം, ഹൈടെക് ഉണർവ്. എനിക്ക് വലിയ സങ്കടം തോന്നി. ഒരിക്കൽ ഞാൻ സഭയിൽ സോക്കോൾഡ് ആരാധന പൊടിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അന്ന് തന്നെ വലിയ കാശുള്ള സഭയാ. അന്ന് തന്നെ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് തന്നെ ജനറേറ്റർ മേടിച്ചോളൂ. ആരാധന ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയത് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ അതുകൊണ്ട് ജനറേറ്ററും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഉപകരണമായി നമ്മുടെ ആരാധനയിൽ വന്നു വിട്ടു. ദയവ് ചെയ്ത് സ്നേഹത്തിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈ തെറ്റായ പ്രവണതയെ മാത്രമേ നമ്മൾ തിരുത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അന്യഭാഷാ ഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. അതായത് കർത്താവ് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു. ഈ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് നമ്മളിൽ അവരുടേതായ എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് ഉണ്ട്, ഇല്ലേ? സ്തോത്രം. എനിക്കറിയാം, എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു വലിയ ലോഹ്യം കൂടി നടന്നൊരു കാലം, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം, ഒത്തിരി ലോഹ്യം കൂടി നടന്ന. അവർ പരസ്പരം വിളിക്കുന്ന പേര് വേറെ മൂവിൽ ആർക്കും അറിയാൻ മേല. അന്ന് അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ലാംഗ്വേജ്. നമ്മൾ കർത്താവിന് അത്ര പ്രിയപ്പെട്ടവരാകിയാൽ, മനസ്സിലാവുന്നുണ്ടോ? അത്ര പ്രിയപ്പെട്ടവരാകിയാൽ നമുക്കും കർത്താവിനുമായി നേരിട്ടുള്ള കൂട്ടായ്മയിൽ സന്തോഷിക്കുന്ന ഒരു വിശേഷമായ ഭാഷയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സന്തോഷകരമായിരിക്കുന്ന കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് ആണ്. വേറെ ആരുമായും ഞാൻ പങ്കുവയ്ക്കുന്ന ഭാഷ അല്ല. ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാകിയാൽ ഓരോരുത്തർക്കും അങ്ങനെ ദൈവം തൻ്റെ സ്നേഹത്തിൽ നിയമിച്ചു കൊടുത്ത ഭാഷ അനുഭവമുണ്ട്. സ്തോത്രം. ഇത്ര പാവനമാണ്. ഞാൻ ആ വാക്കങ്ങ് പറഞ്ഞോട്ടെ. അത് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇൻറ്റിമേറ്റ് കോർഡിയൽ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പിലെ ഒരു പ്രത്യേകമായ എക്സ്ക്ലൂസീവ് ലാംഗ്വേജ് ആണ്, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമായും പങ്കുവയ്ക്കപ്പെടാത്ത ഭാഷ. അതിന് പകരം നമ്മളിന്ന് കാണിക്കുന്നതോ, ഒന്ന് മടങ്ങി വരണം. നമുക്കൊരു തിരുത്തുണ്ടാകണം. ഇനി അന്യഭാഷയെ സംബന്ധിച്ച് ചില വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നാം തിരുവചനം പരിശോധിച്ചാൽ ഈ ബാബേലും യെരൂശലേമും റൈവൽ സിറ്റീസാണ്, എതിർ ക്യാമ്പുകളുടെ പട്ടണങ്ങളാണ് ബാബേലും യെരൂശലേമും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അത് കാണാം. പ്രിയപ്പെട്ടവരെ,
ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേലിൽ വെച്ച് മത്സരികളുടെ ഭാഷ ദൈവം കലക്കിക്കളഞ്ഞു. ഒരു കുടുംബക്കാരാ, മച്ചാനുമായ എല്ലാരും. പക്ഷേ ഒരുത്തന് പറയുന്നത് വേറൊന്നിന് തിരിയില്ല. ഒന്നിച്ച് താമസിക്കാൻ മേല അതുപോലെയായി. ഒന്ന് ഓർത്ത് നോക്കി, ഒരുത്തൻ പറയുന്നത് വേറൊരുത്തന് മനസ്സിലാവുന്നില്ല. ഒരുമിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം ഭാഷ കലങ്ങിപ്പോയി. ഒരു കുടുംബക്കാരെങ്കിലും ഒരുവൻ പറയുന്ന മറ്റവന് മനസ്സിലാകുന്നില്ല. ഒരുമിച്ചിരിക്കാൻ കഴിയാതെ വണ്ണം ചിതറേണ്ടി വന്നു. യെരുശലേമിലേക്ക് നോക്കിക്കേ. പെന്തക്കോസ്ത് ദിവസം 15 ഭാഷക്കാരുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ പറയുന്നത് വേറൊരുവന് മനസ്സിലാകത്തക്കതുപോലെ ഭാഷയുടെ ഏകീകരണം അവിടെ നടന്നു. ബാബേലിൽ മത്സരികളുടെ മേലുണ്ടായ ദൈവശാപത്തിന്റെ ശാപമോക്ഷം യെരുശലേമിൽ നടന്നെന്ന് പറയാം. വ്യക്തമായല്ലോ. അതാണ് നമ്മൾ വെളിപ്പാട് വരുമ്പോഴും ഈ 2 പട്ടണങ്ങൾ ഓപ്പോസിറ്റ് ക്യാമ്പുകളായിട്ട് നിൽക്കുന്നു. സ്തോത്രം. ഒരു മാലാഖ വന്ന്, മൂപ്പൻ വന്ന് യോഹന്നാനെ വിളിച്ചുകൊണ്ട് പോയി, നിന്നെ വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിശുദ്ധ നഗരമെന്ന പുതിയ യെരുശലേം ഇറങ്ങുന്നത് കാണിച്ചു. അതേ ദൂതൻ മറ്റൊന്നും കാണിച്ചു. മർമ്മം മഹദിയ ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്, സകല തിന്മയുടെയും പ്രതീകമായ ബാബേൽ, വിശുദ്ധിയുടെ മകുടോദാഹരണമായ യെരുശലേം. രണ്ടും ഓപ്പോസിറ്റ് ക്യാമ്പുകളായി, റൈവൽ സിറ്റീസ് ആയി നിൽക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് മത്സരിക്കുള്ളതല്ല. ഈ ആത്മസ്നാനം പ്രാപിക്കുവാനുള്ള ഏക യോഗ്യത, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ദൈവവേദനയിലുണ്ടായിരിക്കേണ്ട ഏക യോഗ്യത, തീവ്രമായി അതിനുവേണ്ടി ദാഹിക്കുക എന്നതാണ്. അല്പം കൂടെ വിശദീകരിക്കാം. 2 പേർ ഒരുമിച്ച് ആത്മസ്നാനാനുഭവം കിട്ടണം. അതിനായി ദൈവസ്ഥലം നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഉപവസിക്കുക. 7 ദിവസം ഉപവസിക്കാൻ അവർ സമർപ്പിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 ദിവസമായപ്പോൾ ഒരാളിന് അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനാനുഭവം ഉണ്ടായി. സന്തോഷിച്ചു. 7 ദിവസം ഇരുന്നിട്ട് മറ്റേ ആളിന് കിട്ടിയില്ല. നാട്ടാരെന്തോ പറയും, സഭക്കാരെന്തോ പറയും, ഓ അവൻ ഏറ്റു പറയാത്ത എന്തൊക്കെയോ പാപം കിടപ്പുണ്ടതാണ്. അപ്പം ഏറ്റു പറയാത്ത പാപം കിടക്കുന്നത് കൊണ്ട് അവന് കിട്ടിയില്ലെങ്കിൽ മറ്റവന് ഒരു പാപവും ഇല്ലാതായപ്പോ കിട്ടിയതാണോ? അന്യഭാഷാ ഭാഷണം തികഞ്ഞതിൻ്റെ അംഗീകാരമുദ്രയല്ല. സ്തോത്രം. പുതിയ ജീവിതത്തിനായി അവനെ പ്രാപ്തനാക്കുവാനുള്ള ദൈവിക അനുഗ്രഹമാണ്. അപ്പൊ പിന്നെന്താ അവന് കിട്ടാഞ്ഞത്? തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം, അതിനായി തീവ്രമായി ആഗ്രഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പൊന്നു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇവിടെ കാണാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു ആ പറഞ്ഞത്. കണ്ടോ? ദാഹിക്കുന്നവൻ. ഇത് തന്നെയാണ് യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ കാണുന്നു. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമേ വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ദാഹമുണ്ടാകണം, ദ്രവ്യമില്ലെന്ന് അംഗീകരിക്കണം, അയോഗ്യതയാണെന്നൊന്ന് ഏറ്റു പറയണം. മനസ്സിലായോ? ഇത് ദാനമാണെന്ന് സമ്മതിക്കണം. യോഗ്യത തികയുമ്പോൾ കൊടുക്കുന്ന
ട്രോഫി അല്ല, സമ്മാനമല്ല, ദാനമാണ്. ദാനമാണ്, കൃപാദാനമാണ്. അതുകൊണ്ട് വിനയപ്പെടണം, താഴ്മ ധരിക്കണം, തീവ്രമായി ദാഹിക്കണം. കർത്താവേ, അങ്ങനെ ആത്മാവിന്റെ നിറവും ആത്മസ്നാനാനുഭവം ഇല്ലാതെ വിശുദ്ധ ജീവിതം കഴിയുകയില്ലപ്പാ. സ്വയമായി ഇവിടെ കഴിയില്ല പച്ച. അടിയാനിൽ തിരുമേനിക്ക് കരുണ തോന്നണം. ദാഹത്തോടെ ദ്രവ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം അടുത്ത് ചെല്ലണം. ഇംഗ്ലീഷിലെ ഒരു പാട്ടുണ്ട്, Just as I am, without one plea, save that thy blood was shed for me, and thou biddest me come to thee. O Lamb of God, I come, here I come. സ്തോത്രം. വേറൊന്നും എനിക്ക് യോഗ്യത പറയാനില്ല. അവിടുത്തെ പുത്രൻ എനിക്ക് പകരം മരിച്ചു. നിന്റെ അടുത്തോട്ട് വന്നോളാൻ നീ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഏക കാരണം പറഞ്ഞ് അടിയാൻ വരികയാ. ഒരു യോഗ്യതയും ഇല്ലെങ്കിലും അടിയാനെ സ്വീകരിക്കണേ. ദ്രവ്യമില്ല അപ്പാ, ദാഹം. നമ്മളിൽ ഒരിക്കലും കിട്ടട്ടോ എന്നുള്ള ചിന്ത വരരുത്. ദാഹമില്ലാതായി. മനസ്സിലാവുന്നുണ്ടോ? ആ ദാഹം ഉണ്ടാകാൻ ഇടയാകാത്തവണ്ണം ഡ്യൂപ്ലിക്കേറ്റുകൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഇറങ്ങുന്നതാണ് മറ്റൊരു പ്രധാന കാരണം. ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങുന്നു, ഹൈടെക് ഉണർവുണ്ടാകുന്നു, കൃത്രിമത്തോടെ അരങ്ങുവാഴുന്നു. അതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആ സമ്പന്നമായ അനുഭവം നമ്മളിൽ ഇല്ലാതെ പോകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇനി അടുത്തൊന്ന് അന്യഭാഷാ ഭാഷണവും വ്യാഖ്യാനപരവും എന്ന് പറഞ്ഞാൽ നമുക്ക് വരങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരനുഭവമാണ് ഇത്. അപ്പോൾ ഈ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചപ്പും ചവറും അല്ല പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ആത്മീയ മർമ്മങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ആത്മീയ മർമ്മങ്ങൾ, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ, അത് അന്യഭാഷയായി പ്രസ്താവിക്കുമ്പോൾ അത് പൊതുസഭയ്ക്ക് പ്രയോജനം വരുന്നതാണെങ്കിൽ അത് വ്യാഖ്യാനിക്കപ്പെടണം. അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ ദൈവം ചിലർക്ക് വരങ്ങൾ നൽകുന്നുണ്ട്. അത് പൊതുസഭയുടെ പ്രയോജനത്തിനാണ്. അത് ഒഴികെ ബാക്കി എല്ലാ വ്യക്തിയുടെ ആത്മീക വർധനവിന് ഉപകരിക്കേണ്ടതാണ് അന്യഭാഷാ ഭാഷണം. അത് വളരെ പ്രൈവറ്റാണ്, അത് വളരെ സോളമാണ്, അത് വളരെ പേഴ്സണലാണ്, അത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. സ്തോത്രം. അല്ലാതെ പിശാചിനെ ഓടിക്കാനുള്ള വടി അല്ല. നമ്മളിപ്പോൾ അതാ വിചാരിക്കുന്നത്. പല ആളുകൾക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിനെതിരെയുള്ള ഒരു ചാമ്പ്യൻ എന്നാണ്. പിശാചിനെതിരെ ഒരു അത് മാത്രമല്ല, പിശാചിനെ എതിർത്ത് നിൽക്കാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നുണ്ടത് സത്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷാ ഭാഷണം പിശാചിനെ ഓടിക്കാനുള്ള ഒരു വടി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ആത്മീയവർദ്ധന വരുത്തുവാൻ ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കാൻ വല്ലതും ഉണ്ടോ? അന്യഭാഷയെക്കുറിച്ചല്ലേ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്. ഇനി അന്യഭാഷ നിന്നുപോയോ? പുസ്തകത്തിൽ ചില വാക്യങ്ങളുണ്ടല്ലോ, ഞാനും കൂടെ മറുപടി പറയാം. വലിയ ചോദിക്കാനുണ്ട്, ചോദിച്ചോ. ഇതുവരെ പറഞ്ഞതിനെ കുറിച്ച് തീർത്ത് പോകാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇത് നിന്നു പോകുന്നതല്ലയോ? ഒരു വാക്യത്തെയും അതിന്റെ സന്ദർഭത്തിൽ നിന്ന് പറിച്ചു മാറ്റരുത്. ഒരു വാക്യത്തെയും പറഞ്ഞ സന്ദർഭം മറക്കരുത്. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ എഴുതുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കൃപാവരങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതുകയാണ് 12-ാം അധ്യായത്തിൽ. ആ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ഭാഷാവരം, ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, വെളിപ്പാടുകൾ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒടുവിൽ കേട്ടു എന്ന് പറയുക, ഇനി അത് അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ അധ്യായം തുടങ്ങുക. സ്നേഹത്തിന്റെ അധ്യായം തുടങ്ങുമ്പോൾ സ്നേഹത്തിന്റെ വിവരണം പറഞ്ഞു വന്നേച്ച് പറയുക, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല എന്ന് പറഞ്ഞേച്ച് പറയുക. മുൻ അധ്യായത്തിൽ പറഞ്ഞ ഭാഷാവരമില്ലേ, അത് നിന്നുപോകും. മനസ്സിലായോ? പ്രവചനവരം അത് നീങ്ങിപ്പോകും. ജ്ഞാനമില്ലേ, ജ്ഞാനത്തിന്റെ വരം അത് നീങ്ങിപ്പോകും. ഇതൊക്കെ മാറിപ്പോകുന്നതാ. കർത്താവിന്റെ വരവോടെ അതൊന്നും പ്രസക്തമല്ലാതാകും. മനസ്സിലായോ? കർത്താവിന്റെ വരവിൽ ഇതെല്ലാം എന്ത് ചെയ്യും? വരങ്ങളെല്ലാം നീങ്ങും. പക്ഷെ എന്ത് തുടരും? സ്നേഹം തുടരും. അതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. അതായത് മുൻ അധ്യായത്തിൽ പറഞ്ഞ ഭാഷാവരം, ജ്ഞാനത്തിന്റെ വരം, പ്രവചന വരം തുടങ്ങിയവ കർത്താവിന്റെ മടങ്ങി വരവോടുകൂടെ അപ്രസക്തമാകും എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് വ്യക്തമായ സന്ദർഭത്തിൽ ആര് പറഞ്ഞു? സ്വന്തമായ വ്യക്തിഗത വ്യാഖ്യാനം അതിനകത്തോട് തിരികെ കയറ്റാൻ, നമ്മുടെ മനസ്സിലിരിക്കുന്നതിന് വക്കാലത്ത് പിടിക്കാൻ വചനത്തെ വളച്ചൊടിക്കരുത്. അത് കുറ്റകരമാണ്. മനസ്സിലായത് വിശ്വസിക്കുന്ന അവസ്ഥ. ഇനി രണ്ടാമതൊരു തെളിവ്, അത് വളരെ പ്രധാനമായ തെളിവാണ്. ദൈവസഭ ഒരു ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിന്റെ ആകാശ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടം സഭായുഗമാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കൃപായുഗമാണ്. അതിന് പറയുന്ന മൂന്നാമതൊരു പേരാണ് അന്ത്യകാലം. അല്പം വിശദീകരണം വേണം, ഞാനത് പറഞ്ഞു പോയല്ലോ, കേട്ടി പറയാം. അന്ത്യകാലമെന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് കർത്താവിന്റെ പറഞ്ഞ തൊട്ടു മുമ്പുള്ള ഒരു 10 കൊല്ലമാണ്, അല്ലേ? കർത്താവേ, ഇത് അന്ത്യകാലമാണേ, അങ്ങനെയല്ലേ പറയുന്നേ? അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഒരുക്കണേ എന്നൊക്കെ പറയും. ആള് ചാകാൻ പോകുന്ന കാര്യമൊന്നും അല്ല, പേടിക്കണ്ട. അപ്പൊ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള ചില കാലമാണ്, ഒരു ചെറിയ കാലഘട്ടത്തെയാണ് നമ്മൾ അന്ത്യകാലം എന്ന് പറയുന്നത്. വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. സഭായുഗത്തിന് പറയുന്ന വേറൊരു പേരാണ് അന്ത്യകാലം. വാക്യങ്ങൾ വായിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 16-17. പ്രവൃത്തി 2:16-17. 2:16-17 എന്നോട് വായിക്ക്. 2-ന്റെ അത് 3-ന്റെ ആയി പോയി. പ്രവൃത്തി 2:16-17 ഇത് നോക്കി. വായിക്കേ. മതി, താങ്ക് യു. കേട്ടി? പെന്തക്കോസ്ത് ദിവസം കാത്തിരുന്ന് 120 മേലെ പരിശുദ്ധമായ ശക്തിയായി വ്യാപരിക്കുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങി. അവർ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ വലിയ മുഴക്കമുണ്ടായി. ആളുകൾ ഓടിക്കൂടിയ ജനം ഈ പറയുന്നത് കേട്ടിട്ട് അമ്പരന്നു. ഇവരെല്ലാം ഗലീലക്കാരാ. 15 ഭാഷക്കാർ അപ്പോൾ അവിടെ കൂടിയവരിലുണ്ട്. അവർ പറയാൻ തുടങ്ങി, യു ഇവരെല്ലാം ഗലീലക്കാരില്ലേ? നമ്മൾ ജനിച്ച നമ്മുടെ ഭാഷ എന്താ ഇവർ പറയുന്നത്? ദൈവത്തിന് വൻകാര്യം എന്നതാ ഇത്? 120 പേര് 15-ലധികം ഭാഷകൾ പറഞ്ഞു. അതുകൊണ്ട് 15 ഭാഷക്കാർക്ക് മനസ്സിലായെങ്കിലും ബാക്കി പേർക്ക് മനസ്സിലായില്ല. ഒന്നും മനസ്സിലാകാൻ അവർ വിമർശിക്കാൻ തുടങ്ങി. ഇവരെല്ലാം ലഹരി പിടിച്ചിരിക്കാന്ന് പറഞ്ഞു. ഉടനെ പത്രോസ് 11 പേരോട് എഴുന്നേറ്റ് പറയും, ദേ
ഇവരാരും ലഹരി പിടിച്ചവരല്ല, തെറ്റിദ്ധരിക്കരുത്. രാവിലെ 9 മണിയല്ല ആയുള്ളൂ. അവർ പറയുന്ന 3 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ 9 മണിയാണ്. നമ്മൾ രാവിലെ 6 മണി എന്ന് വെളുപ്പിന് നേരം വെളുക്കുമ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ യഹൂദൻ 1 മണി എന്ന് പറയും. അപ്പം നമ്മുടെ 9 മണി എന്ന് പറയുന്നതാണ് അവരുടെ 3 മണി. അപ്പം രാവിലെ 9 മണിക്ക് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരം 9 മണിക്ക് ഓടെ കിടക്കുന്നവരുണ്ടോ കുടിച്ച്? ഇല്ലല്ലോ. മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അതാ പത്രോസ് പറയുന്നത്, ഈ നേരം വെളുത്തപ്പോഴേ 9 മണിയായപ്പോഴേ ആരെങ്കിലും ബൂസാകുമോ? അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന അല്ല, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതിന്റെ നിവൃത്തിയാണ്. അതെന്തെന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും, അതാ ഇപ്പൊ നടക്കുന്നത്. അന്ത്യകാലത്ത് നടക്കുന്നത്. അപ്പൊ അന്ത്യകാലം എവിടെ തുടങ്ങി? അവിടെ തുടങ്ങി. ഞാൻ പറഞ്ഞുതരാം ഇതെന്താന്ന്. ഞാൻ പറഞ്ഞുതരാം, എന്റെ കൂടെ വന്നാൽ മതി. നിങ്ങൾ പുസ്തകത്തിലുണ്ടല്ലോ. രണ്ടാമതൊരു വാക്യം ഒന്ന് വായിച്ച്, എബ്രായർ 1:1 മുതൽ. കേട്ടോ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട്. അപ്പോൾ പുത്രൻ മുഖാന്തരം ദൈവം തന്നെ അരുളപ്പാട് നമുക്ക് തന്ന സമയമാണ് അന്ത്യകാലം. ഒന്നുകൂടെ വായിച്ചു. 1 പത്രോസ് 1:20 വായിച്ചു. 1 പത്രോസ്. താങ്ക് യു. ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കൃപായുഗം, സഭായുഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്പം കൂടെ വിശദീകരിക്കാം. യേശുക്രിസ്തു ആളത്വത്തിൽ, ജഡത്തിൽ, ലോകത്തിൽ വെളിപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തിരുന്നത് കാലസമ്പൂർണതയില, കാലത്തികവിങ്കല. അതാ യേശു വന്നപ്പോഴേ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, കാലം തികഞ്ഞു. കാലം തികഞ്ഞു. ഗലാത്യർ 4:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ എടുത്തേ വായിച്ചു. 4:4. മതി. താങ്ക് യു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രനെ സ്ത്രീ ധരിച്ചവനായ ന്യായപ്രമാണത്തിൽ ജനിച്ചവനെ നിയോഗിച്ചയച്ചു. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ വന്നത് കാലത്തികവിങ്കൽ, കാലസമ്പൂർണതയിൽ. സമയം തീർന്നപ്പോൾ, സമയമായി, കാലം തികഞ്ഞു. ദൈവരാജ്യ സ്ഥാപനത്തിന് സമയം തികഞ്ഞപ്പോൾ രാജാവായി അഭിഷിക്തനായി കർത്താവ് ഇവിടെ വരികയായിരുന്നു. മനസ്സിലായല്ലോ? ദൈവരാജ്യ സ്ഥാപനത്തിനുള്ള സമയമായപ്പോൾ രാജാവായി അഭിഷിക്തനായി രാജാവ് എഴുന്നള്ളി. അതാ അവന്റെ ജനത്തിൽ നക്ഷത്രം വിളിച്ചു പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവ്. കർത്താവിന്റെ ശിശുയുടെ കാലത്തൊക്കെ അവൻ രാജ്യത്വ പദവിയുള്ളവനാണെന്ന് വെളിപ്പെട്ടു. അവനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. രാജ്യത്വ പദവിയുള്ളവനാ. കുരിശിന്റെ മുകളിൽ ഒരു പേരെടുത്തുണ്ട്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. പീലാത്തോസിന് മുമ്പിൽ വിസ്താരം നിൽക്കുമ്പോൾ ഗുരു പീലാത്തോസിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ വാക്യം യോഹന്നാൻ 18:37 ഉണ്ട്. യോഹന്നാൻ 18:37 ഒന്ന് വായിച്ചേ. മതി കിട്ടി. പീലാത്തോസ് അപ്പൊ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു പറഞ്ഞ മറുപടി, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ്. എന്തു അർത്ഥം ഈ പറയുന്നേ? കയ്യെ വിലങ്ങ് കിടക്കുക, തലയെ പുൽക്കിരിയുടെ ഇരിക്കുക, ജനം മുഴുവൻ അവനെ ക്രൂശിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ന്യായവിസ്താരത്തിൽ നിൽക്കുക. അപ്പോഴും കർത്താവ് പറയുന്നത് ഞാൻ രാജാവാണ്.
അവൻ രാജാവാ. അവൻ രാജ്യത്വ പദവിയോടുകൂടി അഭിഷിക്തനായി വന്നതാ, സമയമായപ്പോ വന്നതാ. പക്ഷേ അവൻ നീതിയുടെ രാജാവാണ്. പക്ഷേ അവന്റെ രാജ്യത്തെ പ്രജയാകാൻ മനുഷ്യകുലത്തിൽ ആരും യോഗ്യരല്ല. മുഴുവൻ പേരും ശിക്ഷായോഗ്യര. മനസ്സിലായോ? മുഴുവൻ പേരും ശിക്ഷായോഗ്യര. പാപം ചെയ്ത ദേഹി മരിക്കും എന്ന വ്യവസ്ഥ പ്രകാരം എല്ലാവരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നവരാ. പക്ഷേ നീതിയുടെ രാജാവ് മാത്രമല്ല, ഗുരു ശാലേം രാജാവും കൂടെ ആകയാൽ രാജാവിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രജകളുടെ കുറ്റം തന്റെ മേൽ ഏറ്റെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? പറയാം. ഭരണത്തിലിരിക്കുന്ന ആളിന്, ഭരണാധികാരിക്ക് ഭരിക്കപ്പെടുന്നവരുടെ കുറ്റത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. പോലീസുകാര് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ റബ്ബർ മോഷണത്തിന് സംശയത്തിൽ രാത്രി വന്ന് പിടിച്ചോണ്ട് പോയി. നാട്ടുകാർ പറഞ്ഞാൽ കൊണ്ടുപോയി, ഞങ്ങൾ രാവിലെ കൊണ്ടുവന്ന പഞ്ചായത്ത് മെമ്പർ വന്നു, അതേ എന്ത് കുറ്റമാണെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ആളിനെ ഞാനവിടെ എത്തിച്ചോളാന്ന് പറഞ്ഞു. ഈ രാത്രി കൊണ്ടുപോകേണ്ടതെന്ന് ആവുന്ന പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയത്. ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ഇവനെ കാണാൻ ആളുകൾ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ബാത്റൂമിനകത്ത് ഒരു കൊച്ചൊരു ചരടയിൽ ശരീരം മുഴുവൻ കരിനീലിച്ച അവസ്ഥയിൽ തൂങ്ങി നിൽക്കുന്നു. എന്തിയെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു, ദേ ആ ബാത്റൂമിലോട്ട് പോയതാ അവനെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കി താണ്ട് അവിടെ അയ്യോടാ അവൻ ബാത്റൂമിലോട്ട് നടന്നു പോയവനാണെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരാവയവങ്ങളുണ്ടായ രക്തസ്രാവം നിമിത്തം, മനസ്സിലായോ, മരിച്ചെന്ന്. നാട്ടുകാരെന്തോ എന്തോ പറയും, ബളം ഉണ്ടാവും. നാട്ടുകാർ വിളിച്ച് പറയുന്നത് വകുപ്പ് മന്ത്രി രാജിവെക്കണം. അതെന്തിനാ ആഭ്യന്തരമന്ത്രി എന്തിനാ രാജിവെക്കുന്നത്? അയാൾ മന്ത്രി ബംഗ്ലാവിൽ കിടന്ന് ഉറങ്ങില്ലായിരുന്നു അന്നേരം. അയാൾ ഇത് അറിഞ്ഞു പോലും. പിന്നെന്തിനാ അത് പറയുന്നേ? അതിനൊരു കാരണമുണ്ട്. ഭരണത്തിലിരിക്കുന്നവനെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യയിൽ ആദ്യം ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് റെയിൽവേ മന്ത്രി, രാജിവെച്ചു. എന്തിനാ മന്ത്രി രാജിവെക്കുന്നത്? നിങ്ങളാണോ സിഗ്നൽ കാണിച്ചത്? അല്ല. പിന്നെ എന്തിനാ നിങ്ങൾ രാജിവെക്കുന്നത്? നിങ്ങളാണ് ട്രെയിൻ ഓടി? അതുമല്ലെന്ന്. പിന്നെ അതെ, ഞാൻ ഭരണാധികാരി ആയിരിക്കുമ്പോൾ എന്റെ ഭരണത്തിന് കീഴിലുള്ളവർ കാണിച്ച ഗുരുത്തക്കേടിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ദുഷ്ടന്മാരായ നീചന്മാരായ രാഷ്ട്രീയക്കാരന്മാർക്ക് ഇത്രയും നീതിബോധമുണ്ടെങ്കിൽ നീതിയുടെ രാജാവായ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന് എത്രയധികം. അവിടുന്ന് രാജാവായി അഭിഷിക്തനായി വന്നതുകൊണ്ട് തന്റെ പ്രജകളുടെ കുറ്റത്തിൽ അവിടുന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അവരുടെ കുറ്റം അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ അവിടുന്ന് അനുഭവിച്ചു. മനസ്സിലായോ? എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഒരുക്കിയ രക്ഷാമാർഗത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാൻ ഒരു ചെറിയ ഒരു ഇടവേള മനുഷ്യവർഗത്തിന് ശേഷിപ്പിച്ചിരിക്കുന്നു. അഭിഷിക്തനായവർ ഇവിടെ വന്നു അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, നീതിയുടെ ഭരണം ഇവിടുന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് അയോഗ്യരായവർ യോഗ്യരായി അവന്റെ രാജ്യത്തെ പ്രജകളാകുവാൻ അനുവദിച്ചിരിക്കുന്ന ചുരുങ്ങിയ ഒരു ഇടവേള. അതാണ് കൃപയുടെ കാലം. മനസ്സിലായോ? എന്താ കൃപയുടെ കാലം? സമയം കഴിഞ്ഞിട്ടും അധികാരി ഔദാര്യത്തിൽ അനുവദിക്കുന്ന ചെറിയ ഇടവേളയാണ് കൃപയുടെ കാലം. സമ്മതിച്ചോ? സ്തോത്രം. വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ 10-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേ. 25-ാം തീയതി വരെ ഫൈനില്ല. എന്താ അത്? ഗ്രേസ് പീരിയഡ്. ഒരു ചുരുങ്ങിയ ഇടവേള, സമയം കഴിഞ്ഞ് ഒരു ചെറിയൊരു ഗ്രേസ് പീരിയഡ്.
ഇലക്ട്രിസിറ്റി ബില്ല് എടുത്ത് നോക്കിക്കോ. തുക അടയ്ക്കേണ്ട അവസാനത്തെ ദിവസം 23/6/2005. അതിന് താഴെ വേറൊരു കോളമുണ്ട്. കണക്ഷൻ വിച്ഛേദിക്കുന്ന തീയതി 5/7/2005. അതിന് 23-ാം തീയതി മുതൽ അടുത്ത 5-ാം തീയതി വരെ ചുമ്മാ അത് കറണ്ട് തന്നോണ്ടിരിക്കുക. കണക്ഷൻ വിച്ഛേദിക്കുന്നില്ല. മനസ്സിലായോ? സമയം കഴിഞ്ഞും നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ, മനസ്സിലായോ, അനുവദിക്കുന്ന ചുരുങ്ങിയ ഇടവേളയാണ് ഗ്രേസ് പീരിയഡ്. ആ കാലത്താ ഇപ്പം വന്നേക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കളിച്ചുകൊണ്ടിരിക്കല്ലേ, ഇത് അമാന്തിക്കാനുള്ള നേരമല്ല. എന്ത് തിരക്കിന്റെ സമയമാണെന്നറിയോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇതുപോലെ തിരക്കിന്റെ സമയമാ. ഈ കാലം ഒന്നാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ കർത്താവിന്റെ ആകാശ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടം ഒരു സമയമാണ്. ഇത് കൃപയുടെ കാലമാണ്. ഇത് സഭായുഗമാണ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് അന്ത്യകാലം. സ്തോത്രം. അധികാരി അവിടുത്തെ ഔദാര്യത്തിൽ ഇതിന് 20 നൂറ്റാണ്ട് ദൈർഘ്യം തന്നു. ഇനി ഇത് നീളുകയില്ല. അപ്പൊ നമുക്കിങ്ങനെ പറയാം, നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യ നിമിഷങ്ങളിൽ എത്തിയിരിക്കുക. സ്തോത്രം. ഈ ചുരുങ്ങിയ ഇടവേളയായ ഒരു കാലഘട്ടമായ ഒരു ശരീരം രൂപപ്പെടുന്നതിന്റെ സമയമായ, മനസ്സിലായോ? ഈ ചുരുങ്ങിയ ഇടവേളയിൽ സഭയ്ക്ക് നൽകപ്പെട്ട സകല അനുഗ്രഹങ്ങളും സകല സഭാ അംഗങ്ങൾക്കുമുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട സകല അനുഗ്രഹങ്ങളും 21-ാം നൂറ്റാണ്ടിലെയും സഭയ്ക്കുള്ളതാണ്. വ്യക്തമായോ? സ്തോത്രം. 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ സഭയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുന്നുണ്ട്. 5 വിധ ശുശ്രൂഷക വൃന്ദം ആരൊക്കെയാ? അപ്പോസ്തലന്മാർ, ഇടയന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. 5 വിധ ശുശ്രൂഷക വൃന്ദമുണ്ട്. ഈ 5 വിധ ശുശ്രൂഷക വൃന്ദവും സഭയ്ക്ക് ഏത് കാലഘട്ടത്തിലുമുണ്ട്. ഒരേ ആത്മാവ്, ഒരേ ആത്മാവിന്റെ വരങ്ങളെല്ലാം ഏത് കാലഘട്ടത്തിലുമുള്ള സഭയ്ക്ക്, അതായത് കൃപായുഗം എന്ന ഒരു കാലഘട്ടത്തിലെ ഏത് നൂറ്റാണ്ടിലും ജീവിക്കുന്ന സഭയ്ക്കുള്ളതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അന്യഭാഷാ ഭാഷണാനുഭവം ദൈവം നൽകിയെങ്കിൽ നമുക്കും അതിന്നുള്ളതാ. നിന്നുപോയിട്ടില്ല. അതെന്നാടാ ഒരു പന്തി 2 വിളമ്പോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലേ? ഒരു പന്തിയാ 2 വിളമ്പോ. അതിനെ നാണം കേട്ട പരിപാടി. അതിന്റെ കലവറയിലൊന്നും ഇല്ലയോ? ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, കലവറയ്ക്കകത്ത് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ദൈവത്തിന്റെ കലവറയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പരിശുദ്ധാത്മാവിന് ഒട്ടും അരക്കത്തരമില്ല. അരക്കത്തരം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഫിസിക്കൽ. കറക്റ്റ്. താങ്ക് യു. ഫിസിക്കല്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് കൊടുത്തതൊക്കെ നമുക്ക് ഇന്നും ഉണ്ട്. ഇപ്പം വേറെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അത് ഞാൻ പറയാം. ഇത്രയും കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അന്യഭാഷാ ഭാഷണം നിന്നുപോയിട്ടില്ല. കേട്ടേ? വേറെ ഒരു വ്യാഖ്യാനം നിന്നുപോയെന്നാണ് അവർ പറയുന്നത്. അംശമായത് പൂർണ്ണമായി വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറയുന്നതിന് അവർ പറയുന്നത് പൂർണ്ണമായത് എന്ന് പറയുന്ന വചനമാണ്. പൂർണ്ണമായത്. അപ്പോൾ വചനം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ
അംശമായ മറുഭാഷാ ഭാഷണം പ്രവചനവും അങ്ങ് നീങ്ങിപ്പോയി എന്നാണ് അവരുടെ ഒരു വ്യാഖ്യാനം എടുത്തത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ചൊവ്വ ഒന്ന് നോക്കണ്ടേ, സത്യാന്വേഷി ആയിരിക്കണ്ടേ? എന്തിനാ മനസ്സ് ഒരു ഭാഗം കണ്ണടയ്ക്കുന്നത്? കാരണം ദൈവവചനം എഴുതപ്പെട്ടത് അല്ലെങ്കിൽ എഴുതി തീർന്നത് 100-ാം ആണ്ടോടുകൂടെ ആണെങ്കിലും യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സഭയ്ക്കുള്ള മുഴുവൻ ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സഭയ്ക്കുള്ള മുഴുവൻ ഉപദേശവും പഠിപ്പിച്ചു. മത്തായി സുവിശേഷം 22-ാമത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോടെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശരിയാക്കുവിൻ. എന്താ ഉപദേശിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ. അത് മതി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. യേശുക്രിസ്തു പഠിപ്പിക്കാത്ത യാതൊരു ഉപദേശവും ദൈവസഭയ്ക്കില്ല. ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ നിങ്ങളൊന്ന് പരിശോധിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ വന്നൊന്ന് പറ. യേശുക്രിസ്തു പഠിപ്പിക്കാത്ത യാതൊരു ഉപദേശവും സഭയ്ക്കില്ല. ഒരു ഉപദേശം ദൈവികമാണോ എന്ന് പരിശോധിക്കാനായി ഒരു 5-fold ടെസ്റ്റ്, 5 വിധ ടെസ്റ്റ് ദൈവസഭകളിൽ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലൊക്കെ സഭയിൽ അത് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കണം. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിരുന്നു 5-fold ടെസ്റ്റ്. എന്താ അത്? 1, യേശുക്രിസ്തു പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ രേഖയുണ്ടോ? കാര്യം സുവിശേഷങ്ങളിലാണല്ലോ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ രേഖ. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ രേഖയുണ്ടോ? 1-ാം ചോദ്യം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നമ്പർ 1 പാസ്സായി. 2, അപ്പസ്തോലന്മാർ ഇത് പ്രസംഗിച്ചതായി പ്രവർത്തികൾ പുസ്തകത്തിൽ രേഖയുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ 2-ാം ടെസ്റ്റും പാസ്സായി. അപ്പസ്തോലന്മാർ ഇത് പ്രസംഗിച്ചതായി പ്രവർത്തികളുടെ പുസ്തകത്തിൽ രേഖയുണ്ടോ? അപ്പോൾ സുവിശേഷങ്ങളിലും കാണണം, പിന്നെ ഇവിടെ കാണണം, പ്രവർത്തിയിലും കാണണം. തീർന്നില്ല. 3-ാം ടെസ്റ്റ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് എന്ന പ്രമാണപ്രകാരം അപ്പസ്തോലന്മാർ ഇതിന്റെ വിശദീകരണം ലേഖനങ്ങളിൽ നൽകിയിട്ടുണ്ടോ? അതാ 3-ാം ടെസ്റ്റ്. പറഞ്ഞു മനസ്സിലായോ? കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നത് എന്ന പ്രമാണപ്രകാരം, അതൊരു പ്രമാണമാണല്ലോ. ആ പ്രമാണപ്രകാരം അപ്പോസ്തലന്മാർ ഇതിന്റെ വിശദീകരണം ലേഖനങ്ങളിൽ നൽകിയിട്ടുണ്ടോ? ലേഖനങ്ങളിൽ ഇതിന്റെ വിശദീകരണമുണ്ടോ? ഇതാണ് 3-ാം ടെസ്റ്റ്. 3 ടെസ്റ്റും പാസ്സായി. മെയിൻ 3 ടെസ്റ്റുകളാണ്. അടുത്തത് 2 സബ്സിഡിയറി ടെസ്റ്റുകളാണ്. അടുത്തത് ഇതാണ്: 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ഇത് വിശ്വസിക്കുകയും ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നുവോ? 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ഇത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്നുവോ? 4-ാമത്തെ ടെസ്റ്റ്. 5-ാമത്തെ ടെസ്റ്റ്. അഞ്ചാമത്തെ ടെസ്റ്റ്: ഇതര ഉപദേശങ്ങളോട് ചേർന്ന് പോകുന്നുണ്ടോ അതോ ക്ലാഷ് ചെയ്യുമോ? മറ്റെല്ലാ ഉപദേശങ്ങളോടും കൂടെ എന്ത് ചെയ്യണം? ചേർന്ന് പോകണം. ക്ലാഷ് ചെയ്യാൻ പാടില്ല. ക്ലാഷ് ചെയ്താൽ അത് ചേരത്തില്ല. ഇതര ഉപദേശങ്ങളോട്
യോജിച്ചു പോകുമോ അതോ ഏറ്റുമുട്ടുമോ എന്ന് പറഞ്ഞാൽ ഉപദേശപരമായ മറ്റ് വിഷയങ്ങളോട് ഇതിന് ചേർച്ചയുണ്ടോ. ഇതാണ് 5 ടെസ്റ്റ്. ഈ 5 ഫോൾഡ് ടെസ്റ്റിലും ഈ 5 വിധ ടെസ്റ്റിലും പാസ്സായെങ്കിൽ മാത്രമേ ഒരു ഉപദേശം എടുക്കുകയുള്ളൂ. ഇന്നും അതേ പാടുള്ളൂ കേട്ടോ. ഇവിടെയാണ് ഇപ്പോഴത്തെ പല പരിപാടികളും ചവറ്റുകെട്ടെ വലിച്ചു കളയേണ്ടത്. ദൈവസഭയിൽ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ വേണ്ടാതിനൊന്നും സഭയ്ക്കകത്ത് കിടക്കുകയില്ലായിരുന്നു. നമുക്ക് ചിന്തിക്കണം. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കാത്തതും സുവിശേഷങ്ങളില്ലാത്തതും പ്രവൃത്തികൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്തതും പ്രവൃത്തികൾ പുസ്തകത്തിൽ ഇല്ലാത്തതും ലേഖനങ്ങൾ വിശദീകരിക്കപ്പെടാത്തതും 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലിക സഭ ആചരിച്ചു പോരാഞ്ഞതും ഇതര ഉപദേശങ്ങളോട് ചേർന്ന് പോകാത്തതുമായ യാതൊരു ഉപദേശവും ദൈവികമല്ല. കേട്ടെ, അങ്ങനെയെങ്കിൽ സഭയ്ക്കുള്ള മുഴുവൻ ഉപദേശങ്ങളും 1-ാം നൂറ്റാണ്ടിൽ തന്നെ നൽകപ്പെട്ടു. ശരിയല്ലേ? എഴുതി തീർന്നത് 100-ാം ആണ്ടോടുകൂടിയാണെങ്കിലും ഉപദേശം മുഴുവനും അതിനു മുമ്പേ ഉണ്ട്. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായത് വരിക എന്ന് പറയുന്നത്, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് നിന്നു പോകേണ്ടതായിരുന്നു. വേണ്ടേ? അപ്പോൾ ആ വാദഗതി ഒരിക്കലും ശരിയല്ല. അത് ഒത്തിരി കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ചില നാമധേയ ക്രൈസ്തവ സമൂഹങ്ങൾ, ഞാൻ ആ വാക്കങ്ങ് പറഞ്ഞോട്ടെ, ദൈവം ക്ഷമിക്കട്ടെ, അവരോട് തികച്ചും ആദരവോടുകൂടെ തന്നെ പറയുന്നു. അവരിങ്ങനെ ഒരു കാര്യം പറയും. അവരിലെ തെറ്റായ പല നടപടികളെ സാധൂകരിക്കാൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. പാരമ്പര്യം സഭയേക്കാൾ പ്രധാനമാണെന്നും, ഉപദേശത്തെക്കാൾ പ്രധാനമാണ്, വചനത്തെക്കാൾ പ്രധാനമാണ്. അവർ പറയുന്ന വ്യാഖ്യാനം ഇത്. ഏതാ മൂത്തത്? സഭയുണ്ടായത് AD 29, വചനം എഴുതി തീർന്ന് AD 100-ാം ആണ്ടിൽ. അപ്പൊ മൂത്തത് ഏതാ? സഭ അല്ലേ? സഭയുണ്ടായതെന്നാ? AD 29. വചനം എഴുതി തീർന്നത് AD 100-ൽ. അപ്പോൾ ആദ്യം ഉണ്ടായത് സഭയാണെന്നും സഭയാണ് ഉപദേശം ഉണ്ടാക്കിയതെന്നും സഭയ്ക്ക് ഉപദേശത്തിന്മേൽ അധികാരമുണ്ടെന്നും മനസ്സിലായോ? ഉപദേശത്തിന് പറയാൻ പോകുന്നതിനേക്കാൾ സഭയെ അനുസരിച്ചോണമെന്നും അവർ പറയും. ഇതാണ് സഭയിലൂടെ രക്ഷ. വ്യക്തമായോ? ആ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തോണം. നിങ്ങൾ ഭവനസത്രമൊക്കെ ചെല്ലുമ്പോൾ വിവരമുള്ള ആളുകളാണ് ഇത് ചോദിച്ചാൽ എന്നാ പറയും? ശരിയല്ലേ? ഏതാ മൂത്തതെന്ന് ചോദിക്കും. ഏതാ മൂത്തത്? സഭയാന്ന് പറയരുത്. ഉപദേശം കഴിഞ്ഞിട്ടാണ് സഭയുണ്ടായത്. സഭ വെളിപ്പെട്ടത്. സഭ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറിഞ്ഞിരുന്ന എഴുതി തീർന്നത് 100-ാം ആണ്ടിലാണെന്നേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകുമെന്ന് പറയുന്ന വചനത്തെക്കുറിച്ചല്ല, യേശുക്രിസ്തുവിന്റെ ആകാശ പ്രത്യക്ഷത്തിൽ രക്ഷാപൂർത്തി പ്രാപിക്കുമ്പോൾ അംശമായ ഇന്നത്തെ കൃപാവരങ്ങളൊക്കെ നീങ്ങിപ്പോകുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അന്യഭാഷാ ഭാഷണം നിന്നു പോകുമെന്നല്ല. വചനം എഴുതി കഴിഞ്ഞാൽ പിന്നെ അന്യഭാഷ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. വ്യക്തമായോ? പുസ്തകത്തിനകത്തില്ലാത്തൊന്നും എടുത്തേക്കല്ലോ. വചനം പൂർണ്ണമാണ്.